പ്രവാചകനായ യഹസ്കേൽ കണ്ട അത്ഭുത ദർശനം. ജീവനുള്ള വെള്ളം ഒഴുകുന്ന നദി. എസക്കേൽ പ്രവചനം 47 അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേവലം മത്സ്യങ്ങളുടെ കാര്യം മാത്രമല്ല അവിടെ പ്രതിപാദിക്കുന്നത്, സകല പ്രാണികളും ജീവിക്കും എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഒരുപക്ഷെ പ്രാണികൾ ജീവനില്ലാത്ത പ്രാണികളാണ് എങ്കിലും അവർ ചലിക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥം നദികളിൽ ചലിക്കുന്ന പ്രാണികളുണ്ട് എങ്കിലും അവർക്ക് ജീവനില്ല. അങ്ങനെയുള്ള സകല പ്രാണികളെയും ജാതി വ്യത്യാസമില്ലാതെ ജീവിപ്പിക്കുവാൻ അവിടേക്ക് ഒഴുകുന്ന ഒരു നദിയെ ദർശകൻ കാണുന്നു, പ്രവാചകൻ കാണുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനോട് പറയുന്നതായ ഒരു സങ്കടം നിറഞ്ഞ സന്ദേശം അവിടെയുണ്ട്. 11-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ആ വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ എന്നാൽ എന്ന വാക്കോടുകൂടെ ആരംഭിക്കുന്ന വാക്യം, ആ വാക്കിനൊരർത്ഥമുണ്ട്, ആ വാക്കിനൊരാശയമുണ്ട്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ആത്മാവ് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ജീവജല നദിക്കൊരു ചേറ്റുകണ്ടമുണ്ട്. ആ നദിയിൽ കുഴിനിലങ്ങളുണ്ട്. ആ ചേറ്റുകണ്ടങ്ങളും അതിലെ കുഴിനിലങ്ങളും ഏത് വെള്ളം വന്നിരുന്നാലും അത് പഥ്യമായി തീരുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് ദൈവം ഉപ്പ് പഠനയ്ക്കായി വിട്ടേക്കും എന്ന് പോലും. അവിടെ മത്സ്യങ്ങൾ രാപാർക്കുന്നില്ല. ഇന്ന് പ്രഭാതത്തിൽ ദൈവം ഈ വചനം നമ്മോടായിട്ടാണ് പറയുന്നത്. ഈ സന്ദേശം നമുക്ക് വേണ്ടിയാണ്. ഉപ്പ് പഠനയ്ക്കായി വിട്ട ചേറ്റുകണ്ടങ്ങൾ ദൈവമക്കളുടെ മധ്യയെ കാണുന്ന അനുഭവങ്ങളാണ്. കുഴിനിലങ്ങളെക്കുറിച്ച് നോക്കുക. ദൈവമക്കളുടെ മധ്യയെ നിലനിൽക്കുന്നതായ ഇരുളുകളാണ് കുഴിനിലങ്ങൾ. അതിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ കയങ്ങൾ എന്ന് വിളിക്കും. എന്താണ് ഈ കയം എന്ന് പറയുന്നത്? അത് നമുക്കറിയാം. അനേകരെ മരണത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന കയങ്ങൾ. പുറത്തുനിന്ന് നോക്കിയാൽ ഈ കയങ്ങളെ ആർക്കും കാണുവാൻ കഴിയുകയില്ല. അത് വെള്ളത്തിന്റെ അടിയിൽ മറഞ്ഞു കിടക്കുന്നു. ഈ കയങ്ങളിലേക്ക് യേശുദാനും ഒരിക്കൽ ഇറങ്ങിച്ചെന്നു. മരണനിഴലിൽ ഇരുന്ന ബദ്ധന്മാരെ ഉയരത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. അവരെ വിളിച്ചു കൊണ്ടുവന്നു എന്നല്ല പറയുന്നത്. പിന്നെയോ അവരുടെ കൈകൾക്ക് പിടിച്ചുകൊണ്ട് യേശു അവരെ ബദ്ധന്മാരെ പിടിച്ചു ഉയരത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഈ പകലിൽ യേശുവിന്റെ കരങ്ങൾ നമ്മുടെ കരത്തിൽ പിടിച്ചാൽ നാമും അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടും, നാമും ഉയർത്തപ്പെടും. അടുത്ത വാക്യത്തിൽ നമുക്കൊരു പ്രത്യാശ നൽകുന്നതായ ഒരു വചനമുണ്ട്. ആ വചനം അത് കേവലം ഒരു വചനമല്ല, അതൊരു വാഗ്ദത്തമാണ്. ആ ജീവജല നദിയുടെ കരയിലെ വൃക്ഷങ്ങൾ അത് ചികിത്സയ്ക്കുതകുന്നു. ആ വൃക്ഷം അവൻ നമ്മെ ഉയർത്തുക മാത്രമല്ല, നമ്മെ ചികിത്സിച്ച് സൗഖ്യം തരുന്നതായ ദൈവം. അതും കൂടെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നുണ്ട്. പലപ്പോഴും ഈ നദി നമ്മുടെ ഓരത്തുകൂടി ഒഴുകിയെങ്കിലും ജീവിക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ നമ്മളിലുണ്ടോ? നിന്നെ എന്നും ആ ചേറ്റുകണ്ടമായി ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം യേശുവിന്റെ സ്നേഹത്തെ കണ്ട് നിന്റെ കണ്ണുകൾ ഈറനണിയുന്നുണ്ടെങ്കിൽ, നിറയുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നിനക്ക് വേണ്ടി ഓടി വരും. എവിടെ? നീ ആയിരിക്കുന്ന മരണക്കയത്തിലേക്ക് തന്നെ. യേശു നിന്റെ അധോസ്ഥിതി കണ്ടാൽ അടുത്ത നിമിഷത്തിൽ നിന്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരും. അതെ, നീ ജീവിക്കുന്ന പ്രാണിയായി മാറും. ജീവനുള്ള ചലിക്കുന്ന പ്രാണികളോടൊരു സഹവാസം നിനക്കുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്നിൽ ഒരു ചലനം സ്വർഗം കാണുമ്പോൾ ഇനിയും നിന്നെ ഉപ്പുപടനയ്ക്കായി തള്ളിക്കളയുകയില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ സമാധാനം നിനക്കും നിന്റെ കുടുംബത്തിനും വരുവാൻ അതിനൊരു കാരണമായി തീരും. അങ്ങനെ നിന്റെ തലമുറയ്ക്ക് അഭിമാനിക്കുവാൻ ഒരു പേര് നിനക്ക് വരും. എന്നാണ് ആ പേരെന്നറിയാമോ? ആ പേര് ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ. ജീവജലത്തിന്റെ മേൽ അവകാശമുള്ളവൾ, രോഗത്തിന് ചികിത്സയുള്ളവൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, നമ്മെ ഒരു സ്നേഹത്തെ ചൂണ്ടിക്കാണിച്ചും കൊണ്ട് പറയുകയാണ്, ഈ ഉപ്പ് പഠനയ്ക്കായി വിട്ടേക്കുന്നതായ ചേറ്റുകണ്ടങ്ങളും ഈ പാഴ്നിലങ്ങളും ഒക്കെയും ചലിക്കുന്ന പ്രാണികളെ കൊണ്ട് നിറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനേകം വർഷാനുവർഷങ്ങൾ, അനേക ജീവിതങ്ങൾ നിന്റെ മുൻപിൽ അവരുടെ ജീവൻ വെടിയുന്ന ഒരു കയമായി
നിനക്ക് അല്ലെങ്കിൽ നീ അതിന് കാരണമായി തീർന്നു. നിന്റെ കയത്തിൽ അനേകരുടെ ജീവൻ അപായത്തിലായിട്ടുണ്ട്. അനേകരുടെ ജീവൻ കൊടുക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നിന്റെ അവസ്ഥ ദൈവം നിന്നെ ഉപ്പുപടനിക്കായി വിട്ടേക്കുന്ന ഒരു അനുഭവമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനങ്ങേപ്പുറത്ത് നിന്റെ ഓരത്തുകൂടി അനേകം പ്രാവശ്യം കരകവിഞ്ഞ് ഈ നദി ഒഴുകുന്നുണ്ട്. അനേകം പ്രാണികൾ, അവിടെ ചലിക്കുന്നവരായിട്ടുള്ള പ്രാണികളൊക്കെയും അവർ ജീവൻ പ്രാപിച്ചു. ജീവനിൽ നിന്നും ജീവനിലേക്ക് കരകയറുന്ന അനുഭവം നിന്റെ കണ്ണാലും നീ കണ്ടു. എന്നും കുന്തും നിന്നെ ഉപ്പുപടനിക്കായി വിട്ടേക്കുന്ന ഒരവസ്ഥയെ ഓർത്തുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ വേദനയോട് നീ കരഞ്ഞിട്ടുള്ളതായ ദിനരാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഞാൻ നിന്റെ കരങ്ങളിൽ പിടിച്ച് നിന്നെ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്ന ദൈവം. എന്താണ് ഈ നല്ല ദാനങ്ങൾ? നോക്കൂ, യെഹെസ്കേൽ പ്രവചനത്തിന്റെ അതേ അധ്യായത്തിൽ 47-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, നദിക്കക്കരയും ഇക്കരയും ധാരാളം വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങൾ ചികിത്സയ്ക്കുതകുന്നതായ വൃക്ഷങ്ങൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, പ്രത്യാശ നിറഞ്ഞതായ ഒരു ജീവിതത്തിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെയുള്ളതായ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തും ഒരു ദൈവങ്ങളും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ യേശു നിന്റെ ജീവിതത്തെ കാണുമ്പോൾ, യേശു നിന്റെ ജീവിതത്തെ അവൻ പിടിച്ചുയർത്തുമ്പോൾ അത് നിനക്കൊരു പ്രത്യാശ തരുന്നു. ആ പ്രത്യാശ എന്താണെന്നറിയാമോ? നിന്റെ ഭവനത്തിൽ സമാധാനം വരുന്നതായ പ്രത്യാശ, നിന്റെ ഭവനത്തിൽ സൗഖ്യം ഇറങ്ങി വരുന്നതായ പ്രത്യാശ, നിന്റെ കുഞ്ഞുങ്ങളിൽ സൗഖ്യം കടന്നു വരുന്നു. നിനക്കൊരു ആശ്വാസമുണ്ട്, നിനക്കൊരു സമാധാനമുണ്ട്. നീ രോഗിയായാൽ, നീ വേദനയായാൽ, നിനക്കൊരു ബലഹീനത വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആവലാതി നിന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്താണെന്നറിയാമോ? നിന്റെ കരയിൽ നിൽക്കുന്നതായ വൃക്ഷങ്ങളൊക്കെയും നിനക്ക് ചികിത്സിക്കുതകുന്നതാണ്. ദൈവത്തിന്റെ വചനങ്ങൾ നിന്നെ ചികിത്സിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ചികിത്സിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ളതായ വാഗ്ദത്തം നിനക്ക് തന്നുകൊണ്ട് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും ഞാൻ നിനക്ക് തരാമെന്നുള്ളതായ വാഗ്ദത്തം തന്നുകൊണ്ട് കർത്താവ് നിന്നെ ഈ പ്രഭാതത്തിൽ സ്നേഹിക്കുകയാണ്. കർത്താവ് നിന്നോട് പറയുകയാണ്, അനേകം പ്രാവശ്യം നീ വചനം വായിച്ച് നീ അല്ലെങ്കിൽ ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും, അവർ ജീവൻ പ്രാപിക്കും എന്നൊക്കെ നീ വായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ അവിടെയും ചലിക്കാത്തതായ, ജീവൻ കടന്നു ചെല്ലാത്തതായ, ഉപ്പുപടനിക്കായി വിട്ടേക്കുന്ന ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും നിന്റെ കണ്ണിൽ കൂടെ കാണാതെ അല്ലെങ്കിൽ അതിന്റെ അവസ്ഥയെ നീ മനസ്സിലാക്കാതെ നിന്റെ ജീവിതത്തിൽ ധാരാളം വർഷങ്ങൾ പാഴായി പോയിട്ടുണ്ടെങ്കിൽ, വേദനയിൽ അമർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഉപേക്ഷയായി നിന്നെ വിചാരിച്ചു എന്ന് നീ ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ പ്രഭാതത്തിൽ വിളിക്കുകയാണ്. വിളിക്കുക മാത്രമല്ല, നിന്റെ കരങ്ങൾ പിടിച്ച് നിന്നെ ഉയരത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ, നിന്റെ അവസ്ഥയ്ക്കൊരു വ്യത്യാസമുണ്ടാകുവാൻ. ഇന്നലെ വരെയും നീ പാഴ്നിലമായി നീ കേൾവിപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നീ ഉപ്പുപടനെ മാത്രമേ നിന്നിൽ ഉണ്ടാകൂ, നിനക്ക് ജീവൻ പ്രാപിക്കുകയില്ല എന്ന് മറ്റുള്ളവർ വിധി എഴുതിയിട്ടുണ്ടായിരിക്കാം. കർത്താവ് നിന്നെ കുറിച്ച് പറയാണ്, നോ, നിന്നെ മാറ്റുവാൻ കഴിയും, നിന്നെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയും. നിന്റെ സ്ഥാനത്തെ ദൈവത്തിനൊന്ന് മാറ്റണം. എവിടെ നിന്നറിയാമോ? ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന യേശുവിനോടുകൂടെ അവന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് നിനക്കൊന്ന് യാത്ര ചെയ്യാമെങ്കിൽ ഉയരത്തിലേക്ക് കയറി അവൻ നിനക്ക് നല്ല ദാനങ്ങളെ തരുന്ന ദൈവം. ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ ജീവൻ തുടിക്കുന്ന ജീവിതമായി, തുടിപ്പുള്ള ജീവിതങ്ങളായി, ചലിക്കുന്ന ജീവിതങ്ങളായി, ചികിത്സയുള്ള ജീവിതങ്ങളായി, സൗഖ്യമുള്ള ജീവിതങ്ങളായി നിന്റെ ഭവനത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ടുള്ളതായ ഒരു യാത്ര നിനക്കത് സാധിക്കുമെങ്കിൽ അതാണ് സമാധാനം, അതാണ് ആശ്വാസം. അവിടെ നിനക്ക് അത്ഭുതകരമായിട്ടുള്ള അനേക വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു.